നമസ്കാരം. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ, ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളും ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കും രാവിലെ 7:00ക്കും നമ്മൾ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതീവ വോളറ്റിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒരു സെൽ ഓഫ് കണ്ടു. എഫ് ഭാഗത്തു നിന്ന് കഴിഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 മാസം ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ബയേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ മാസം ആസ് ഓഫ് നൗ അവർ സെല്ലിംഗ് മോഡിലാണ് പോകുന്നത്. എന്നാൽ എല്ലാ ദിവസവും അവർ സെല്ലിങ് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ അവർ ഈ ഒരു മാസത്തിൽ ബയിങ്ങും നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപ് 30% താരിഫ് ഏർപ്പെടുത്തി എന്നുള്ളതാണ് ന്യൂസ്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെയും താരിഫിൻ്റെ തീരുമാനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ Q1 റിസൾട്ട് ഫലങ്ങളും വരുന്നുണ്ട്. TCSൻ്റെ റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ HCL ടെക്കിൻ്റെ റിസൾട്ട്, ഒല, ടാറ്റ ടെക്നോളജി, റാലീസ് ഇന്ത്യ, അവന്യൂ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ടുകൾ തിങ്കളാഴ്ച വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നമുക്കൊന്ന് വിലയിരുത്താം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 81 പോയിൻ്റ് ഉയർന്ന് 25,500 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. 25,500 ഏറെ സമയം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത സെൽ ഓഫ് കണ്ടു. ഈ ഒരു ആഴ്ചയിലെ ഹൈയിൽ നിന്നും 375 പോയിൻ്റ് ഫോളി രേഖപ്പെടുത്തി നിഫ്റ്റി 25,140 എന്ന റേഞ്ചിലാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഉള്ള കമ്പനീസിൻ്റെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ADR അഥവാ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഇൻഫോസിസ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തത് കാണാൻ സാധിക്കും. വിപ്രോ 0.34%, ICC ബാങ്ക് ഏകദേശം ഒരു 1%, HDFC ബാങ്ക് ഓൾമോസ്റ്റ് 1%ൻ്റെ അടുത്തും. എന്നാൽ ഡോക്ടർ റെഡ്ഡി 1% ഇടിഞ്ഞതിന് ശേഷം എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 2.5%ൻ്റെ ഒരു റാലിയും, റിലയൻസ് GDRൽ 1.28%ൻ്റെ ഒരു ഫോളും കണ്ടു. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് നടത്തിയ നാസ്ഡാക്കും ഡോയും US മാർക്കറ്റിലെ 2 ഇൻഡെക്സും റെഡിൽ അടച്ചത് കാണാൻ സാധിക്കും. അതിന് മുകളിലുള്ള 3 ഇൻഡെക്സ് യൂറോപ്യൻ മാർക്കറ്റും റെഡിൽ അടച്ചത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആയിരുന്നു. ബിറ്റ്കോയിൻ എല്ലാം തന്നെ 1,10,000 എന്ന റേഞ്ച് ഓൾ ടൈം ഹൈ എല്ലാം തന്നെ വന്നു. ഗോൾഡും ഉയർന്നു. പിന്നീട് നമ്മൾ കണ്ടത് നാസ്ഡാക്കിൽ തന്നെ അവിടുത്തെ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള NVIDIA 4 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉയർത്തി. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഈവൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് 2 റിസൾട്ടുകളായിരുന്നു പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഡിമാർട്ടിൻ്റെ റിസൾട്ട് വന്നു. പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. 2%ൻ്റെ അപ്സൈഡ് രേഖപ്പെടുത്തി 830 കോടി രൂപ. റവന്യൂ 16%ൻ്റെ ഒരു റാലി ഉണ്ടായി. കൂടാതെ തന്നെ IRDA കമ്പനി Q1 റിസൾട്ട് 36%ൻ്റെ ഇടിവ് രേഖപ്പെടുത്തി 247 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റും റിസൾട്ട് കലണ്ടറും അപ്കമിങ് IPOയും ഡിവിഡൻഡ് ഡീറ്റെയിൽസുകളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞായറാഴ്ച നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ച് ഓഫ്ലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. ഓൺലൈനും ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് അഥവാ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, അതല്ലെങ്കിൽ ഓപ്ഷൻ, അതല്ലെങ്കിൽ കമ്മോഡിറ്റി ട്രേഡുകളെല്ലാം തന്നെ, ക്രിപ്റ്റോയും എല്ലാം തന്നെ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമ്പനി നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. നമുക്ക് ട്രേഡ് ബഡി ടാബിലേക്ക് പോകാം. നമ്മുടെ വെബ്സൈറ്റാണ് ട്രേഡ് ബഡി ടാബ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഗ്ലോബൽ ഈവൻ്റാണ്. ഗ്ലോബൽ ഈവൻ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഓരോ രാജ്യത്തിൻ്റെ ഈവൻറ്റുകളും ഇന്ത്യൻ സമയമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ജൂലൈ 15-ാം തീയതിയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. അത് ജൂലൈ 16-ാം തീയതി 6 PM വരുന്നത്. കോർ റീറ്റെയിൽ സെയിൽസും അതുപോലെ ജൂലൈ 16-ാം തീയതി 6. കൂടാതെ തന്നെ 1 ഇയർ ഇൻഫ്ലേഷൻ ഡേറ്റയും
ഈ ജൂലൈ 18-ാം തീയതി വരുന്നുണ്ട്. ഇത് US-ൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്ന സമയത്ത് ജാഗരൂകരാകുക. ചൈനയിൽ നിന്ന് ട്രേഡ് ബാലൻസ് ജൂലൈ 14-ാം തീയതിയാണ് ഡേറ്റ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. കൂടാതെ തന്നെ ചൈനയിൽ നിന്ന് ട്രേഡ് ബാലൻസ് മാത്രമല്ല GDP ഡേറ്റ വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. യൂറോ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് വരുന്നുണ്ട് ജൂലൈ 14-ാം തീയതി. അടുത്ത ദിവസം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ് വരുന്നത്. കൂടാതെ തന്നെ ട്രേഡ് ബാലൻസ് വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, GDP ഡേറ്റ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്നും പ്രധാനപ്പെട്ട ഈവൻറ്റുകളുണ്ട്. ഇതിൽ ആദ്യമുള്ളത് ജർമ്മൻ ന്യൂ എക്കണോമിക്സ് ഡേറ്റ വരുന്നുണ്ട്. ജർമ്മൻ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡക്ഷൻ ഡേറ്റ വരുന്നുണ്ട്. UK-ൽ നിന്ന് BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഡേറ്റ വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, WP ഡേറ്റ അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, ട്രേഡ് ബാലൻസ് വരുന്നുണ്ട്, FX റിസർവ് ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നോക്കൂ, പ്രധാനപ്പെട്ടിട്ടുള്ള US-ൻ്റെ ഇൻഫ്ലേഷൻ, US-ൻ്റെ PPI ഡേറ്റ, യൂറോസോണിൻ്റെ CPI ഡേറ്റ, ചൈനയുടെ GDP ഡേറ്റ, ജർമ്മനിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇന്ത്യയുടെ ഡേറ്റ, അങ്ങനെ എത്രയോ പ്രധാനപ്പെട്ട ഈവൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഇത് നമുക്ക് ഗ്ലോബൽ ഈവൻറ്റിൽ കാണാം. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ തന്നെ ഹൈപ്പർ ലിങ്ക് ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ഈ ഒരു ഹൈപ്പർ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലോബൽ ഈവൻറ്റിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നിങ്ങളുടെ ട്രേഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലി എന്ത് നടക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അടുത്ത ടാബ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റിസൾട്ട് കലണ്ടറാണ്. ഇവിടെ കാണാം റിസൾട്ട് കലണ്ടറിൽ വരുമ്പോൾ ജൂലൈ 14-ാം തീയതി കാണാം ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. കൂടാതെ തന്നെ ഡെൻഡ് റിസൾട്ട്, HCL ടെക് IT കമ്പനി, JJ ഇൻഫ്ര, കൂടാതെ തന്നെ നെൽക്കോ, റാലീസ്, അങ്ങനെ പല കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഇപ്പോൾ ജസ്റ്റ് ഡയലിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഡയലിൽ നിന്ന് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഡേറ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ 16 ജൂലൈയിൽ ഏതൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ട് 16 ജൂലൈയിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ 16 ജൂലൈ വരുന്ന എല്ലാ കമ്പനീസിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റിസൾട്ട് കലണ്ടർ. അപ്പോൾ ഓരോന്ന് ഇതെല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ അണ്ടറിൽ എല്ലാ ടാബിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ IPO ആണ് അടുത്ത ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട IPO ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അൻഡം ബയോസയൻസ് IPO ഓപ്പൺ ആവുന്നത് ജൂലൈ 14-ാം തീയതി, ക്ലോസ് ജൂലൈ 16-ാം തീയതി, അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ജൂലൈ 17-ാം തീയതി. സ്മാർട്ട് വർക്ക് കോവർക്കിംഗ് സ്പേസിൻ്റെ ജൂലൈ 10-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. ജൂലൈ 14-ാം തീയതി അത് ക്ലോസ് ആവും, അതായത് നാളെ ക്ലോസ് ആവും. ജൂലൈ 15-ാം തീയതി അതിൻ്റെ അലോട്ട്മെൻറ്റ് വരും. ഇത് IPO ടാബിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ്. കൂടാതെ തന്നെ അടുത്തത് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ട ഒരു കാര്യമാണ്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ കമ്പനി, ഇത് കാണുന്നത് നമ്മുടെ റെക്കോർഡ് ഡേറ്റ്. ഇത് എത്ര കാശ് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഡിവിഡൻഡിൻ്റെ റുപ്പീസ്. അപ്പോൾ ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ റെക്കോർഡ് ഡേറ്റ് ജൂലൈ 14-ാം തീയതി നമുക്ക് തരുന്നത് ഡിവിഡൻഡ് ഇൻ റുപ്പീസ് 5 രൂപ. അതുപോലെ തന്നെ ഓരോ കമ്പനീസിൻ്റെ കാണാൻ സാധിക്കും ഓരോ ദിവസത്തിൽ. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൻ്റെ എത്ര രൂപ തരും, എന്ന് തരും എന്നുള്ളതാണ് ഇവിടെ ഡേറ്റ് സഹിതം കാണിക്കുന്നത്. IDBI ബാങ്കിൻ്റെ റിസൾട്ട് ജൂലൈ 15-ാം തീയതി റെക്കോർഡ് ഡേറ്റ് 2 രൂപ 10 പൈസ. കൂടാതെ തന്നെ പല കമ്പനീസിൻ്റെ ആനന്ദ് രാജ് കമ്പനി, പിരവൽ ഫാർമ, TCSൻ്റെ എല്ലാം തന്നെ ഡിവിഡൻഡ് ഉണ്ട്. അതിൻ്റെ റുപ്പീസ് എത്രയാണെന്ന് വന്നിട്ടില്ല, വരുമ്പോൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. റുപ്പീസ് കൺഫേം ആയ കമ്പനീസിൻ്റെ ഉണ്ട്. ഇവിടെയും ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അറിയണം ഇന്ത്യൻ ഹ്യൂം പൈപ്പ് എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ഡിവിഡൻഡ് ഏത് ദിവസമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു സെർച്ച് ടാബിൽ പോയി ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ഇത് എല്ലാം ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മളുടെ ഇൻറ്റേർണൽ ട്രേഡിങ് മെച്ചപ്പെടുത്താനും അതുവഴി നിങ്ങളിലും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതൊരു പെയ്ഡ് പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകൾ ഉണ്ടാവാം, ചില കമ്പനീസ് മേ ബി മിസ്സിങ് ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ കുറച്ചും കൂടി അക്യുറസി വരുത്താനായിട്ട് ശ്രമിക്കാം. ഇതല്ലാതെയുള്ള പല ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. അയൺ കൗണ്ടർ PNL, സ്റ്റോക്ക് ആവറേജ് കാൽക്കുലേറ്ററും, IDR പെർഫോമൻസും, ട്രേഡിംഗ് ഹോൾഡേഴ്സും, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഫണ്ടമെൻ്റൽ അനാലിസിസും എല്ലാം തന്നെ ഉണ്ട്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പോരായ്മകൾ ഉണ്ടായേക്കാം. നമ്മൾ പരമാവധി ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം.
താങ്ക് യു ഓൾ.